നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിലെ കാലാവസ്ഥ റിപ്പോർട്ടുകൾ നോക്കാം. സൗദിയിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ച സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കാൻ പൊതുജനങ്ങൾക്ക് അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി ദേശീയ കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിരിക്കുകയാണ്. ചില ഭാഗങ്ങളിൽ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അധികൃതർ വ്യക്തമാക്കി. ചില വടക്കൻ തീരപ്രദേശങ്ങളിലും കടലിലുമാണ് നേരിയ മഴയ്ക്ക് സാധ്യതയുള്ളത്. രാജ്യത്തെ താപനില 28 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. അബുദാബിയിൽ 17 ഡിഗ്രി സെൽഷ്യസും ദുബായിൽ 19 ഡിഗ്രി സെൽഷ്യസ് വരെയും പർവ്വത പ്രദേശങ്ങളിൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില കുറയാനും സാധ്യതയുണ്ട്. നേരിയ തോതിൽ കാറ്റിനും സാധ്യതയുണ്ട്. UAEയിൽ ശൈത്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിനാൽ വരും ദിവസങ്ങളിൽ തണുപ്പ് കൂടുതൽ കഠിനമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു. നാളെ രാവിലെ മിക്ക ഭാഗങ്ങളിലും പൊതുവെ തണുത്ത കാലാവസ്ഥയായിരിക്കും. പർവ്വത പ്രദേശങ്ങളിൽ താപനില 5 ഡിഗ്രി സെൽഷ്യസിൽ കുറയാനും സാധ്യതയുണ്ടെന്നും കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജനുവരി പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങൾ ഗൾഫ് പൈതൃക കലണ്ടറിൽ ശൈത്യകാലത്തിന്റെ ഏറ്റവും ഉയർന്ന സമയമാണെന്നാണ് അധികൃതർ പറഞ്ഞത്. ഈ ശക്തമായ തണുപ്പ് ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതായിരിക്കും. അറേബ്യൻ പെനിൻസുലയിൽ ഒന്നാകെ അതിശൈത്യം അനുഭവപ്പെടുന്ന സമയമാണിതെന്ന് എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാൻ പറഞ്ഞിരുന്നു. മരുഭൂമിയിൽ താപനില ചിലയിടങ്ങളിൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെയും പർവ്വത പ്രദേശങ്ങളിൽ 0 ഡിഗ്രി വരെയും എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കാലയളവിൽ രാവിലെ സമയങ്ങളിൽ ശക്തമായ മൂടൽമഞ്ഞ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം UAE തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. കടൽ പ്രക്ഷുബ്ധമാണ് എന്നതിനാൽ തീരത്ത് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു. തീരത്ത് പോകുന്നവർ ജാഗ്രത പാലിക്കണം എന്നാണ് അധികൃതർ നൽകിയ മുന്നറിയിപ്പ്. അതേസമയം ദുബായ് മെട്രോയിലുണ്ടായ സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചതോടെ സർവീസുകൾ സാധാരണ നിലയിലായതായി RTA അറിയിച്ചു. റെഡ് ലൈനിലാണ് സാങ്കേതിക തകരാർ അനുഭവപ്പെട്ടത്. ഇക്വിറ്റി സ്റ്റേഷനും ജബൽ അലി സ്റ്റേഷനും ഇടയിലുള്ള സർവീസുകളെയാണ് സാങ്കേതിക തകരാർ ബാധിച്ചത്. ഇരു സ്റ്റേഷനും ഇടയിലുള്ള യാത്രക്കാർക്കായി ബദൽ ബസ് സർവീസും ഏർപ്പെടുത്തിയിരുന്നു. സഹകരണത്തിന് നന്ദി അറിയിക്കുന്നതായും RTA ട്വിറ്ററിലൂടെ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.